അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സഹ്ൽ ബിൻ അബ്ദുല്ലാഹിൽ മർവസി റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ ചരിത്രം പറയുമ്പോൾ മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ബഹുമാനപ്പെട്ടവർ വലിയ ധർമ്മിഷ്ഠനായിരുന്നു. ഒരു അല്പ പണം തൻ്റെ കയ്യിലെത്തിയാൽ അത് ആർക്കെങ്കിലും കൊടുക്കണം, എവിടെയെങ്കിലും സ്വതക്ക ചെയ്യണം, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ സന്തോഷിപ്പിക്കണം. ഇങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ചിന്ത. സ്വന്തത്തിലേക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെലവ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കൂട്ടിവെക്കുക, അങ്ങനെ ഒരു ചിന്തയുമില്ല. ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ചെലവ് ചെയ്യുകയാണ്, സമ്പാദിക്കുക, കൊടുക്കുക, കിട്ടിയ പണക്കയും ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കുക. ഇതായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ സ്വഭാവം. അങ്ങനെ ചെയ്തപ്പോൾ അവിടെയുള്ള കൂട്ടുകാർ, ബഹുമാനപ്പെട്ടവരുടെ കൂട്ടുകാരും കുടുംബക്കാരൊക്കെയും ബഹുമാനപ്പെട്ടവരെ ആക്ഷേപിച്ചു. അല്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ സ്വതക്ക ചെയ്യുന്നത്? സ്വതക്ക ചെയ്യണം, പക്ഷെ കുറച്ചൊക്കെ സൂക്ഷിച്ച് വെക്കണ്ടേ? നിങ്ങൾക്ക് ആവശ്യം വരില്ലേ? നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യം വരില്ലേ? മക്കൾക്ക് ആവശ്യം വരില്ലേ? കുറച്ചൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കണ്ടേ? ഇങ്ങനെയൊന്നും നിങ്ങൾ സ്വതക്ക ചെയ്യല്ലേ എന്ന് തൻ്റെ കൂടെയുള്ളവർ ബഹുമാനപ്പെട്ടവരെ ഉപദേശിച്ചപ്പോൾ, ആക്ഷേപിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു വാക്കുണ്ട്. ശരിക്കും നാം അത് ചിന്തിച്ചാലേ വല്ലാത്തൊരു വാക്ക് തന്നെയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അന്ന റജുലൻ അറാദ അൻ യന്തഖില മിൻ ദാരിൻ ഇലാ ദാരിൻ അകാന യുബ്ഖി ഫിൽ ഉലാ ശൈആ. ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, നിങ്ങളെന്തേ എന്നെ ഇങ്ങനെ ഞാൻ സ്വതക്ക ചെയ്യുന്നത് ആക്ഷേപിക്കുന്നത്? ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു മനുഷ്യന് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് വീട് മാറി വേറൊരു സ്ഥലത്തിലേക്ക് പോകുമ്പോൾ ഈ ഒന്നാമത്തെ വീട്ടിൽ ഈ മനുഷ്യൻ അവൻ്റെ ആവശ്യമുള്ള അവൻ്റെ സാധനങ്ങളൊക്കെയും അവൻ അവിടെ നിന്ന് കൊണ്ടുപോകില്ലേ? ഇവിടെ എന്തെങ്കിലും അവൻ ബാക്കിയാക്കുമോ? അതെ, മറ്റുള്ള വീട്ടിലേക്ക്, രണ്ടാമതായി അവൻ വാങ്ങിയ വീട്ടിലേക്ക് എല്ലാത്തിനും അവൻ കൊണ്ടുപോകില്ലേ? അല്ലാതെ എല്ലാ സാധനവും ഇവിടെ വിട്ടുവെച്ച് അവൻ പോവലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അത് തന്നെയാണ് ഏതൊരു മനുഷ്യന്റെ സ്വഭാവം. അങ്ങനെയാണ്. ഒരു വീട്, ഒന്നാമത്തെ വീടിൽ നിന്ന് രണ്ടാമത്തെ വീട്ടിലേക്ക് വരാനുള്ള വീട് താമസം മാറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സാധനങ്ങളും അദ്ദേഹം എന്തെല്ലാം കൊണ്ടുപോകാൻ കഴിയുമോ അതൊക്കെയും അദ്ദേഹം കൊണ്ടുപോകും, ഒന്നും ഇവിടെ ബാക്കി വെക്കൂല. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നത്, ഞാൻ അത് തന്നെയല്ലേ ചെയ്യുന്നത്? അത് എൻ്റെ ഒന്നാമത്തെ വീടാകുന്ന ഈ ദുനിയാവിൻ്റെ വീടിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. അതെ, എൻ്റെ രണ്ടാമത്തെ വീട്ടിലേക്ക്, ആഖിറമാകുന്ന എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുകയാണ്. രണ്ടാമത്തെ വീടാകുന്ന ആഖിറത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒന്നും ബാക്കി ആക്കാതിരിക്കുന്നതല്ലേ നല്ലത്? ഇവിടെ ഞാൻ എന്തിനാണ് ഒന്നാമത്തെ വീട്ടിൽ ഞാൻ ബാക്കിയാക്കുക? ഇവിടെ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വസ്തുക്കളൊക്കെയും രണ്ടാമത്തെ വീട്ടിലേക്ക് ഞാൻ എത്തിക്കലല്ലേ? ഇവിടെയുള്ള ഒന്നാമത്തെ വീട്ടിലുള്ള എൻ്റെ എല്ലാ വസ്തുക്കളും രണ്ടാമത്തെ വീട്ടിലേക്ക് എനിക്ക് ഉപകാരപ്പെടേണ്ടതല്ലേ? അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒന്നാമത്തെ വീടാകുന്ന ദുനിയാവിൽ ഞാൻ സമ്പാദിച്ചതൊക്കെയും ഞാൻ മരണപ്പെടുന്നതിന് മുമ്പ് എൻ്റെ രണ്ടാമത്തെ വീടാകുന്ന ആഖിറത്തിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. അവിടെ എനിക്ക് ഉപകാരം കിട്ടുന്നതാകണം. അല്ലാതെ മരണപ്പെട്ടു പോയതിന് ശേഷം എൻ്റെ പണം കൊണ്ടോ എൻ്റെ സമ്പാദ്യം കൊണ്ടോ എനിക്കൊന്നും കിട്ടാനില്ല. എൻ്റെ പേരിൽ ആരെങ്കിലും സ്വതക്ക ചെയ്താൽ അത് കിട്ടുമെന്നല്ലാതെ അതാരും ചെയ്യണമെന്നില്ല. ഞാൻ ചെയ്താലല്ലേ എനിക്ക് കിട്ടുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ടവർ വളരെ അർത്ഥവത്തമായ ഒരു വാക്ക്, ഉപദേശം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ശരിയാണല്ലോ, വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളൊന്നും ഇങ്ങനെ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. എന്നാലും ഒന്ന് ചിന്തിച്ചു നോക്ക്. രണ്ടാമത്തെ വീടാകുന്ന അതേ നമ്മുടെ ദുനിയാവിൽ നിന്ന് നാം കുറച്ചു കാലം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീട് താമസം നാം മാറ്റേണ്ടിയിരിക്കുന്നു. അതേ, നാം പോവേണ്ടവരാണ്. ആഖിറത്തിലേക്കും ഖബറിലേക്കും പോവേണ്ടവരാണ്. അത് നിർബന്ധമാണ്. അത് ചിലപ്പോൾ ഇന്നായിരിക്കാം, അല്ലെങ്കിൽ നാലായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞായിരിക്കാം. പോവൽ നിർബന്ധമാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് അവിടെ ഉപയോഗിക്കാനുള്ളത് ഇവിടെ നിന്ന് തന്നെ നാം അങ്ങോട്ട് പാർസൽ ചെയ്താലേ
നടക്കുകയുള്ളൂ എന്നുള്ളൊരു ബോധം നമുക്ക് എന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതേ ഇല്ലെങ്കിൽ അവിടെ നാം ഒന്നുമില്ലാത്തവരായി പോകും എന്നുള്ള ബോധം നമുക്കെന്നും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ചിന്ത തന്ന് ഈ ദുനിയാവിൽ ആഖിറത്തിന് വേണ്ടി ധാരാളം സമ്പാദിക്കാനും അതിനുവേണ്ടി ഒരുക്കി വെക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.